നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. തൃശൂരിൽ താമര വിരിഞ്ഞു. സുരേഷ് ഗോപിക്ക് മിന്നും വിജയം. കേരളത്തിൽ UDF തരംഗം. LDF രണ്ടിടത്ത് ലീഡ് ചെയ്യുന്നു. പല മണ്ഡലങ്ങളിലും ഭൂരിപക്ഷമുയർത്തി കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ. ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ്, എറണാകുളത്ത് ഹൈബി ഈഡൻ, കോഴിക്കോട്ട് MK രാഘവൻ, വടകരയിൽ ഷാഫി പറമ്പിൽ എന്നിവരുടെ ലീഡ് 1 ലക്ഷം കടന്നു. മതിലകം ഗ്രാമപഞ്ചായത്തിലെ കുടുക്കുവളവ് പ്രദേശത്തിന് സൗഹൃദം ജംഗ്ഷൻ എന്ന് പുനർനാമകരണം ചെയ്തുകൊണ്ടുള്ള പ്രഖ്യാപനം നടത്തി. സൗഹൃദം ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ ET ടൈസൺ MLA പ്രഖ്യാപനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. തൃശൂരിൽ താമര വിരിഞ്ഞു. സുരേഷ് ഗോപിക്ക് മിന്നും വിജയം. കേരളത്തിൽ UDF തരംഗം. LDF രണ്ടിടത്ത് ലീഡ് ചെയ്യുന്നു. രാഹുൽ തരംഗം പ്രകടമായ 2019 പല മണ്ഡലങ്ങളിലും ഭൂരിപക്ഷമുയർത്തി കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ. ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ്, എറണാകുളത്ത് ഹൈബി ഈഡൻ, കോഴിക്കോട്ട് MK രാഘവൻ, വടകരയിൽ ഷാഫി പറമ്പിൽ എന്നിവരുടെ ലീഡ് 1 ലക്ഷം കടന്നു. രണ്ടാമതുള്ള LDF സ്ഥാനാർത്ഥി KJ ഷൈന് ലഭിച്ച ആകെ വോട്ടിനേക്കാൾ കൂടുതലാണ് ഹൈബി ഈഡന്റെ ലീഡ്. UDFൽ പൊന്നാനിയിൽ അബ്ദുസമദ് സമദാനിയും മലപ്പുറത്ത് ET മുഹമ്മദ് ബഷീറും നിലവിൽ ലീഡ് 1 ലക്ഷം കടന്നു. ഇതിൽ ET മുഹമ്മദ് ബഷീർ 2.5 ലക്ഷവും മറികടന്നാണ് കുതിക്കുന്നത്. വയനാട്ടിൽ രാഹുലിന്റെ ഭൂരിപക്ഷവും 2 ലക്ഷം കടന്നു. കഴിഞ്ഞ തവണ സംസ്ഥാനത്ത് രാഹുലിന് ശേഷം കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി ഡീനായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ കോഴിക്കോട്, വടകര, ഇടുക്കി, എറണാകുളം മണ്ഡലങ്ങളിൽ നിലവിലെ ഭൂരിപക്ഷം മറികടക്കുമെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനിടെ തൃശൂർ എനിക്ക് വേണം, ഞാനങ്ങ് എടുക്കുക എന്ന സുരേഷ് ഗോപിയുടെ ഡയലോഗ് വലിയ ഹിറ്റായിരുന്നു. തെരഞ്ഞെടുപ്പിൽ പരാജയം ഏറ്റുവാങ്ങിയതോടെ അത് പിന്നെ പലരും പലവട്ടം പരിഹാസമാക്കി മാറ്റി. എന്നാൽ ഒടുവിൽ തൃശൂർ അങ്ങ് എടുത്തു. സുരേഷ് ഗോപി വിമർശകർക്ക് മറുപടി നൽകിയിരിക്കുകയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ഏറെ മധുരമുള്ള വിജയമാണ് സുരേഷ് ഗോപി സമ്മാനിച്ചിരിക്കുന്നത്. നിയമസഭയിൽ കേരളത്തിൽ പൂട്ടിയ അക്കൗണ്ട് ലോക്സഭയിൽ തുറന്നെടുത്തിരിക്കുകയാണ് സുരേഷ് ഗോപിയിലൂടെ BJP. മതിലകം ഗ്രാമപഞ്ചായത്തിലെ കുടുക്കുവളവ് പ്രദേശത്തിന് സൗഹൃദം ജംഗ്ഷൻ എന്ന് പുനർനാമകരണം ചെയ്തുകൊണ്ടുള്ള പ്രഖ്യാപനം നടത്തി. സൗഹൃദം ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ ET ടൈസൺ MLA പ്രഖ്യാപനം നിർവഹിച്ചു. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് അംഗങ്ങളായ സഞ്ജയ് ശർക്കര, മാലതി സുബ്രഹ്മണ്യൻ, ജനകീയ കൂട്ടായ്മ ഭാരവാഹികളായ VK മുജീബ് റഹ്മാൻ, CM ജുഗ്നു, മധു ചിറയിൽ തുടങ്ങിയവർ സംസാരിച്ചു. സൗഹൃദം ജംഗ്ഷൻ നാമഫലകം MLAയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സംയുക്തമായി അനാച്ഛാദനം ചെയ്തു. PK ഗോപാലകൃഷ്ണൻ സ്മാരക നിർമ്മാണത്തിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച ജ്ഞാനത്തിന്റെ രാഷ്ട്രീയ പ്രകാശനം എന്ന സ്മരണികയുടെ പ്രകാശനം നടത്തി. CPI കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുറത്തിറക്കിയ സ്മരണികയുടെ പ്രകാശനം റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ കേരള ഫീഡ്സ് ചെയർമാൻ K ശ്രീകുമാറിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു. കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രം ഉൾപ്പെടെയുള്ള നിരവധി ചരിത്ര രചനകളിലൂടെ ചരിത്രത്തിന്റെ നേർരേഖകൾ സമൂഹത്തിൽ സാക്ഷ്യപ്പെടുത്തിയ പ്രതിഭാധനനായ ചിത്രകാരനായിരുന്നു PK ഗോപാലകൃഷ്ണൻ എന്ന് മന്ത്രി K രാജൻ പറഞ്ഞു. സ്മാരക നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ ET ടൈസൺ MLA അധ്യക്ഷനായി. ഇസ്ലാമിന്റെ അടിസ്ഥാന പഞ്ചസ്തംഭങ്ങളിൽ ഒന്നായ ഹജ്ജ് ദേശഭാഷ വർഗ സവർണ അവർണ ചിന്തകൾക്ക് അതീതമായി വിശ്വമാനവികതയാണ് ഉദ്ഘോഷിക്കുന്നതെന്ന് പ്രമുഖ മതപണ്ഡിതനും കേരള സർവീസ് പെൻഷനേഴ്സ് ലീഗ് തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ ഉമ്മർ മുള്ളൂക്കര അഭിപ്രായപ്പെട്ടു. കേരള സർവീസ് പെൻഷനേഴ്സ് ലീഗ് തൃശൂർ ജില്ലാ കമ്മിറ്റി ഇക്കൊല്ലം ഹജ്ജ് തീർത്ഥാടനത്തിന് പോകുന്ന ഉമ്മർ മുള്ളൂർക്കരയ്ക്ക് നൽകിയ യാത്രയപ്പ് സമ്മേളനത്തിൽ മറുപടി പ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം. പ്രസിഡന്റ് PA സെയ്ദി അധ്യക്ഷത വഹിച്ച ചടങ്ങ് തൃശൂർ കോർപ്പറേഷൻ പ്രാഥമിക ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മുൻ ചെയർമാൻ ഡോക്ടർ M ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. KSPL ചാരിറ്റി വിംഗ് സംസ്ഥാന കമ്മിറ്റി ചെയർമാൻ KK മുഹമ്മദ് കുട്ടി, TS സിദ്ദിഖ്, TK കൊച്ചി ഇബ്രാഹിം, M മുസാദിഖ്, KM ഇബ്രാഹിം എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. തൃശൂരിൽ താമര വിരിഞ്ഞു. സുരേഷ് ഗോപിക്ക് മിന്നും വിജയം. കേരളത്തിൽ UDF തരംഗം. LDF രണ്ടിടത്ത് ലീഡ് ചെയ്യുന്നു. പല മണ്ഡലങ്ങളിലും ഭൂരിപക്ഷമുയർത്തി കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ. ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ്, എറണാകുളത്ത് ഹൈബി ഈഡൻ, കോഴിക്കോട്ട് MK രാഘവൻ, വടകരയിൽ ഷാഫി പറമ്പിൽ എന്നിവരുടെ ലീഡ് 1 ലക്ഷം കടന്നു.
മതിലകം ഗ്രാമപഞ്ചായത്തിലെ കുടുക്കുവളവ് പ്രദേശത്തിന് സൗഹൃദം ജംഗ്ഷൻ എന്ന് പുനർനാമകരണം ചെയ്തുകൊണ്ടുള്ള പ്രഖ്യാപനം നടത്തി. സൗഹൃദം ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ ഇ.ടി. ടൈസൺ MLA പ്രഖ്യാപനം നിർവഹിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.